പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്രതീക്ഷിതമായ വഴിത്തിരിവുകളാണ് ഇപ്പോൾ വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ സാഗറും കൂട്ടരും. മാത്രവുമല്ല, സാഗർ ഓഫീസിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള വർക്കുകളെല്ലാം തീർക്കണം സുജ. അതിന് കൺമണി വന്നേ മതിയാകൂ. നീ കൺമണിയോടുള്ള ദേഷ്യമല്ല മാറ്റിവെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൺമണി എന്ത് തെറ്റാണ് ചെയ്തത്? കൺമണി ഒരു തെറ്റും ചെയ്തതായി എനിക്ക് തോന്നുന്നില്ല. നീ അവളോട് വെറുതെ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്നും എനിക്ക് തോന്നുന്നില്ല. വെറുതെ അവളോട് വൈരാഗ്യം വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് ഞാൻ ആലോചിച്ചുകൊണ്ട് സാഗർ ഈ ചായ കുടിക്കേ. ഇതിനിടയിലാണ് സാഗറിന് ഹൃദയവേദന എടുക്കുന്നത്. ഇതോടെ എന്തു ചെയ്യണമെന്നറിയാതെ തകർന്ന് താഴെ വീഴുകയും ചെയ്യുന്നു. സാഗറിൻ്റെ ഈ അവസ്ഥ കണ്ട് ഞെട്ടിപ്പോവുകയാണ് ഇപ്പോൾ സുജിയും. സാഗർ എന്തു പറ്റി? ഇതോടെ നെഞ്ചിൽ പിടിച്ചുകൊണ്ട് സാഗർ താഴേക്ക് പോകുന്നത് കാണുന്ന സുജ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. സാഗറിനെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതാണ് എന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് എല്ലാവരും. ഈ കാര്യം അറിഞ്ഞ് ഉടൻ തന്നെ ദേവ്ജിയും കൂട്ടരും ഹോസ്പിറ്റലിലേക്ക് കുതിച്ചെത്തുകയാണ്. അവിടെ വെച്ച് സുജ ഉണ്ടായ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കാൻ തയ്യാറാകുന്നു. ഇതറിയുന്ന മഹിയാകട്ടെ ദേവ്ജിയെ ചെന്ന് കാണുകയാണ്. ദേവ്ജി, എത്രയും പെട്ടെന്ന് കൃഷിനെ വിവരമറിയിക്കണം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. നീ പറഞ്ഞത് ശരി തന്നെയാണ്. നീ അവനെ ഫോൺ വിളിച്ച് കാര്യം പറ. ശരി ദേവ്ജി. ഇതോടെ കൃഷിനെ ഫോൺ ചെയ്യുന്ന മഹിയോട്, എന്താ മഹി പെട്ടെന്ന് ഫോൺ വിളിച്ചത്? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? എടാ, ഒരു അത്യാവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിന്നെ വിളിച്ചത്. എന്താടാ കാര്യം? നീ അർജൻറ്റായിട്ട് വീട്ടിലേക്കൊന്ന് വാ. വീട്ടിലേക്കോ? എന്താടാ, എന്തു പറ്റി? എന്താ കാര്യമെന്ന് പറ. എടാ, അത് അച്ഛൻ എന്തു പറ്റി? അച്ഛൻ ഹോസ്പിറ്റലിലാണ്. നീ ഒന്ന് വാ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് കേൾക്കുന്ന കൃഷാകെ ഞെട്ടിപ്പോവുകയാണ്. മുന്നും പിന്നും നോക്കാതെ കൃഷും ഇതേ തുടർന്ന് യാത്ര തിരിക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക്. അവിടേക്ക് കൺമണിയും വരുന്നു. ഇതോടെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതാ. കുറച്ച് ക്രിട്ടിക്കലാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഡോക്ടർമാരുടെ തീരുമാനം അറിയാമല്ലോ. ഇതോടെ കൃഷാകെ തകർന്നു പോവുകയാണ്. ഇതിനിടയിൽ ഭാഗ്യയും അവിടേക്ക് കടന്നു വരുന്നു. ഇനി എന്തു ചെയ്യും എന്നറിയാതെ തകർന്നു പോകുന്ന കൃഷിനെ സമാധാനിപ്പിക്കുന്നതിനായി മുന്നിലേക്ക് കൺമണി എത്തിയിരിക്കുകയാണ്. ഇത് കാണുന്നത് ആൻറ്റിയമ്മയ്ക്കും മാനസിക്കും ഒട്ടും ഇഷ്ടമാകുന്നില്ല. ഇതേ തുടർന്നാണ് ഡോക്ടർമാർ ക്രിട്ടിക്കൽ അവസ്ഥ തൽക്കാലത്തേക്ക് മറികടന്നിട്ടുണ്ട് എന്ന് അറിയിക്കുന്നത്. ഇതോടെ സന്തോഷമായിരിക്കുകയാണ് കൃഷിന്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.